അന്യദേവന്മാരെ സേവിക്കുന്നവരുടെ വേദന വർദ്ധിക്കുമെന്ന് 16-ാം സങ്കീർത്തനത്തിൽ എഴുതിയതുപോലെ ഈ യേശുക്രിസ്തുവിനെ വിട്ട് നിങ്ങൾ എന്തിനെ ആരാധിച്ചാലും എന്തിനെ കുമ്പിട്ടാലും കുരിശുമൂട്ടിൽ കുമ്പിട്ടാലും പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വേദന വർദ്ധിക്കും. ദൈവത്തിന് മുമ്പിൽ നിങ്ങൾ കുറ്റക്കാരാണെന്നുള്ള സത്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിന്. ഞാൻ ധൈര്യമെടുത്ത് പ്രസംഗിക്കട്ടെ, നിങ്ങളുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെടണമെന്ന് അത്രേ ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നോക്കുവിന് ഇങ്ങനെ മാനസാന്തരപ്പെടണം. നമ്മുടെ പിതൃപാരമ്പര്യങ്ങളെ മതഭക്തികളെ നമ്മൾ തള്ളിക്കളയണം. പൗരോഹിത്യം വേണ്ടെന്ന് വെക്കണം. യേശുക്രിസ്തു മാത്രമേ എന്റെ ഏകരക്ഷകനായിട്ടുള്ളൂ എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് അംഗീകരിക്കണം. അതിനുശേഷം നിങ്ങൾ സ്നാനമേൽക്കണം. പ്രിയപ്പെട്ടവരെ, അയ്യോ എന്നെ കേൾക്കുന്നവരെ, സ്നാനത്തെ വെറുക്കുന്നവരെ, നിങ്ങളുടെ പുരോഹിതന്മാർ പോലും നിങ്ങളോട് പറയും സ്നാനത്തെ പറ്റി ആരും നിങ്ങളോട് പറയുവാൻ അനുവദിക്കല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവരൊക്കെ ആരാണ്? നിങ്ങൾ നരകാഗ്നിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യണമെന്ന് യേശുക്രിസ്തു താനും കൽപ്പിച്ചപ്പോഴും അതിന് വിരുദ്ധമായിട്ട് പ്രസംഗിക്കുകയും ആ സ്നാനത്തെ നിഷേധിക്കുകയും ചെയ്യുന്നവർ നിങ്ങളുടെ ശത്രുവാണോ? ദൈവത്തിന്റെ ശത്രുവും നിങ്ങളുടെ ശത്രുവുമാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ടതിന് ശേഷം നിങ്ങൾ യേശുക്രിസ്തുവോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ നമുക്ക് തരും. ഈ പരിശുദ്ധാത്മാവ് അത്രേ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുവന്നത്. ഈ പരിശുദ്ധാത്മാവ് നമ്മൾ വരുന്ന അത്രേ വീണ്ടും ജനനം, ബോൺ അഗൈൻ എന്ന് പറയുന്നത്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നവർ പാപമോചനം നേടിയിരിക്കുന്നു. അവർ ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമായിട്ട് എണ്ണപ്പെട്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർ ഒരു പെൺകുട്ടി തന്റെ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടതിന് ശേഷം താൻ വരുവാനിരിക്കുന്ന മണവാളിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കുന്ന പോലെ ആ കർത്താവ് നാളെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് നമ്മളെ ചേർക്കുവാൻ വരുമ്പോഴും അവന്റെ മുമ്പിൽ നമ്മൾ നിഷ്കളങ്ക മക്കളായിട്ട് തീരേണ്ടതിന് വിശുദ്ധിയോടും വേർപാടും കൂടെ കർത്താവിന് വേണ്ടി നമ്മൾ എന്താണ് കാത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, ലോക സ്നേഹത്തിൽ പെട്ടുപോകാതെ ദ്രവ്യാഗ്രഹമില്ലാതെ വിശുദ്ധിയോടെ ജീവിക്കുന്നുവെങ്കിൽ നാളെ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ നമ്മുടെ ഈ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റി തേജസ്സും തിളക്കമേറിയതുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്ന് 1000 വർഷം നമ്മൾ യേശുക്രിസ്തുവോട് കൂടെ ഭൂമിയിൽ വാഴുകയും 1000 ആണ്ടിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ നമ്മൾ സ്വർഗീയ പ്രവേശനത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. അതേ പ്രിയപ്പെട്ടവരെ, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നറിയാമോ? യേശുക്രിസ്തുവിന്റെ മടങ്ങി വരവാണ്. അവൻ മടങ്ങി വരുമ്പോൾ സർവ്വഭൂമിയും വിറയ്ക്കുമ്പോൾ നീ വിറയ്ക്കാതിരിക്കേണ്ടതിന്, അവൻ മടങ്ങി വരുമ്പോൾ സർഗ്ഗ ഭൂരാജാക്കന്മാരും അവരുടെ ആരാധനാ വിഷയങ്ങളെ നരച്ചീറുകൾക്കും പന്നീരുകൾക്കും എറിഞ്ഞു കളഞ്ഞുകൊണ്ട് പാറയുടെ ഗഹരങ്ങൾ പോയി ഒളിക്കുമ്പോൾ ഇതാ കുഞ്ഞാടിന്റെ കോപം വന്നുവല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിയോടെ പാറയുടെ ഗഹരങ്ങൾ പോയി ഒളിക്കുമ്പോൾ ആ കർത്താവിനെ സ്നേഹിക്കുന്നവർ സന്തോഷത്തോടെ ആർപ്പോടുകൂടി കർത്താവിന്റെ വരവിന് വേണ്ടി അവനെ മുഖാമുഖം കാണുവാനായിട്ട് കാത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എന്ത് വേണം? ഭയത്തോടെ അവന്റെ മുമ്പിൽ പോകണമോ? ഭീരുത്വത്തോടെ പോകണമോ? അതോ ഒരു കുഞ്ഞ് അപ്പന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുന്നത് പോലെ സന്തോഷത്തോടെ അവനെ എതിരേൽപ്പാനായിട്ട് ഓടിച്ചെല്ലണമോ? മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് വിശുദ്ധിയോടെ ജീവിപ്പിന് എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും സ്നാനമേറ്റിട്ട് വീണ്ടും പാപം ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മടങ്ങി വരവിനുള്ള സമയം കൂടിയാണിത്. അതേ പ്രിയപ്പെട്ടവരെ, മീവൽ പക്ഷി തന്റെ മടങ്ങി വരവിന് എന്താണ് അവൻ അറിയുന്നുണ്ട്. എന്നാൽ നോക്കുവിന് നിങ്ങളോ മടങ്ങി വരവിന് ഇന്നവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ദൈവസഭയോട് ചേർന്ന് പലരും ഇന്നതാണ് മദ്യപാനത്തിലും മറ്റുള്ളവരോടും ചേർന്ന് പാപത്തിലേക്ക് ജീവിക്കുന്നെങ്കിൽ നിന്റെ ന്യായവിധിയെ ഓർത്തെങ്കിലും നീ മടങ്ങി വരുവാൻ ദൈവാത്മാവ് നിന്നോട് കൽപ്പിക്കുകയാണ്. അങ്ങനെ സ്നാനമേറ്റ് കർത്താവിന് വേണ്ടി വിശുദ്ധിയോടെ കാത്തിരിക്കുന്നുവെങ്കിൽ ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ അവസ്ഥ മാറും. യേശുക്രിസ്തു വന്നിട്ടല്ല അതിന്റെ അവസ്ഥയ്ക്ക് മാറ്റമില്ല. എന്നാൽ നിങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞ്, ഈ ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞ് വെറും മതഭക്തിയിലും പാരമ്പര്യത്തിലും പൗരോഹിത്യത്തിലും മാനുഷികമായിരിക്കുന്ന ഉപദേശത്തിലും കീഴടങ്ങി നിന്നെ ഒരിക്കലും സഹായിപ്പാൻ കഴിയാത്ത രാഷ്ട്രീയക്കാരുടെ കൊടിയും പിടിച്ച് ഒരിക്കലും പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത പുരോഹിതന്മാരുടെ കള്ള ഉപദേശവും കേട്ട് അവർക്ക് കീഴടങ്ങി പാപിയായിട്ടാണ് നീ മരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്നേക്ക് 1000 ആണ്ട് കഴിയുന്ന ലോകം അവസാനിക്കുമെന്നും അന്ന് മരിച്ച എല്ലാവരും, എന്നെ കേൾക്കുന്ന എല്ലാവരും, പാപിയായിട്ട് അടക്കപ്പെട്ട എല്ലാവരും പ്രിയപ്പെട്ടവരെ ഈ കല്ലറകളെ വിട്ട് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരുമെന്നും അന്ന് നമ്മൾ പരസ്പരം കാണും. പ്രസംഗിക്കുന്ന ഞാനും പ്രസംഗം കേട്ട നിങ്ങളും പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരിച്ചുപോയ പിതാക്കന്മാരും പിതൃക്കളും എല്ലാം വീണ്ടും കണ്ടുമുട്ടുന്ന ഒരു ദിവസമുണ്ട്. എല്ലാവരും വീണ്ടും കണ്ടുമുട്ടും. പ്രിയപ്പെട്ടവരെ, അമ്മയപ്പന്മാരെ ബഹുമാനിക്കാതെ അവരെ പുച്ഛിച്ചും അവരെ എന്താണ് ക്രൂരമായിട്ട് അടിച്ചമർത്തിയും എന്താണ് കയ്യൊക്കെയുള്ള പുരുഷന്മാര് അവർ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ടി അടിയന്തരം ചെയ്തിട്ട് നീ രക്ഷ പ്രാപിക്കുമെന്ന് വിചാരിക്കല്ലേ. അതേ പ്രിയപ്പെട്ടവരെ, നീ മരിച്ചതിന് ശേഷം അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്ത കരുതാത്ത എല്ലാ കുഞ്ഞുങ്ങളും അവന്റെ മുമ്പിൽ കണക്ക് കൊടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളെല്ലാവരും പരസ്പരം ചെയ്ത എല്ലാ പാപത്തിന്റെ ശിക്ഷ അന്ന് ഏൽക്കേണ്ടി വരും. അവൻ നമ്മളെ നിത്യമായിരിക്കും നരകാഗ്നിയിലേക്ക് തള്ളിക്കളയും. അന്ന് ആകാശമില്ല, ഭൂമിയില്ല, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ ഇല്ലാത്തത് കൊണ്ട് ആ ഭയങ്കരമായിരിക്കും നരകാഗ്നിയിലേക്ക് നമ്മൾ എറിയപ്പെട്ട് കഴിഞ്ഞാൽ പുരോഹിതന്മാര് കല്ലറയിൽ ചെയ്യുന്ന ധൂപ്രാർത്ഥനയ്ക്കോ കുന്തിരിക്കത്തിന്റെ പുക കൊണ്ടോ പ്രിയപ്പെട്ടവരെ നീ സ്വർഗത്തിലേക്ക് കയറുമെങ്കിൽ എത്ര ഭോഷത്വമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഹിന്ദുവായിരുന്നല്ലോ, അന്ന് ഞങ്ങളുടെ പുരോഹിതന്മാരും എന്റെ അനിതന്മാരും ഒക്കെ ചേർന്ന് പിണ്ടാടിയതിനെ ചെയ്തുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകുമെങ്കിൽ യേശുക്രിസ്തു കഷ്ടമേറ്റ് മരിച്ചതിന്റെ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ട് രക്ഷ കൈവസമാക്കിയില്ലെങ്കിൽ ഒരു പുരോഹിതന്മാർക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, എല്ലാവരും തമ്മിൽ കാണുന്ന ആ ദിവസം നിന്റെ പാപങ്ങളെ പരസ്യപ്പെടുത്തി അവൻ നിന്നെ ഒരിക്കലും കെട്ടുപോകാത്ത തീപ്പൊയ്കയിലേക്ക് എറിഞ്ഞു കളഞ്ഞാൽ ആ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം, ഒന്നാമത്തെ മരണത്തിൽ പങ്കുള്ളവര് ആ രണ്ടാമത്തെ മരണത്തിനെയും എന്താണ് പങ്കാളിയായിട്ട് തീരും. ആകയാൽ പ്രിയപ്പെട്ടവരെ, ഭയങ്കരമായിരിക്കും നരകവിധിയിൽ നിങ്ങളെ രക്ഷിപ്പാനാണ് സുവിശേഷം അറിയിക്കുന്നത്. അല്ലാതെ മതപരിവർത്തനമല്ല, ഒരു
മതത്തിലും ദൈവമല്ല. ഒരു ഹിന്ദുവായിരുന്ന ഞാൻ മദ്യപാനി ആയിരുന്നില്ല. ഞാൻ അന്ന് എന്താണ് ഒരു ഹിന്ദു മതം വിട്ട് ക്രിസ്തീയ മതമാണ് സ്വീകരിച്ചതെങ്കിൽ ഒരിക്കൽ കൂടെ പറയാം, എല്ലാവരും പറയുന്ന മതപരിവർത്തനമാണ്. ഒരു മതത്തിൽ നിന്ന് ഒരു മനുഷ്യൻ മറ്റൊരു മതത്തിലേക്ക് ചേർന്നാൽ നിനക്കെന്ത് നഷ്ടം? എന്നാൽ ഇത് മതപരിവർത്തനമല്ല. ഹിന്ദുവായിരുന്ന ഞാൻ മദ്യപാനി ആയിരുന്നില്ല. എന്നാൽ ഹിന്ദുവായിരുന്ന ഞാൻ ഹിന്ദു മതം വിട്ട് ക്രിസ്തീയ മതം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്താ പ്രയോജനം നിങ്ങൾക്കറിയാമോ? എല്ലാ ഈസ്റ്ററിനും എല്ലാ ക്രിസ്തുമസിനും വീട്ടിലിരുന്ന് പരസ്യമായിട്ട് കള്ളു കുടിക്കാനുള്ള സ്വാതന്ത്ര്യമല്ലാതെ ക്രിസ്തീയ മതത്തില് അശേഷ നന്മയില്ല. എല്ലാ മതങ്ങളെ പോലെ അവരും എന്താണ് നരകാഗ്നിയിലേക്ക് ഒടുങ്ങിപ്പോവുകയാണ്. എന്നാൽ യേശു ക്രിസ്തു എനിക്ക് ലഭിച്ചത് പാപമോചനമാണ്. യേശു ക്രിസ്തു എന്ന ഏക വ്യക്തിയിൽ എനിക്ക് ലഭിച്ചത് പാപമോചനമാണ്. പ്രിയപ്പെട്ടവരെ, ആ പാപമോചനം ഞങ്ങൾ പ്രസംഗിക്കുന്നു. ഇത് മതപരിവർത്തനം കൊണ്ട് ഒരു മനുഷ്യനും ഒന്നും നേടുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള നിത്യജീവനിലേക്ക് സ്വർഗീയ വാസത്തിലേക്കും പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അജ്ഞതകളെ നിങ്ങൾ നീക്കിക്കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി കഷ്ടമേറ്റ് മരിച്ചവനെ സ്നേഹിച്ചുകൊണ്ട്, അവൻ നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണ്? പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചത് അവൻ സ്വർഗത്തിൽ ഇരുന്നവനാണ്. എന്ന് മുതൽ അനാദികാലം മുതൽ ഉണ്ടായി വന്നത് ദൈവമല്ല, ഉണ്ടാക്കപ്പെട്ടതും ദൈവമല്ല. എത്രയോ കോടി വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തു ഉണ്ടായിരുന്നു അറിയാമോ? അവൻ പിതാവിന്റെ മടിത്തട്ടിലായിരുന്നു. അവൻ ഉണ്ടായി വന്നതല്ല, ഉണ്ടായിരുന്നവനാണ്. അവൻ ആ സ്വർഗത്തിന്റെ സന്തോഷം വേണ്ട എന്ന് വെച്ച് നിന്നെ ഓർത്തപ്പോഴ്, നിന്റെ കഷ്ടങ്ങൾ ഓർത്തപ്പോഴ്, നിന്റെ പാപത്താൽ ഉളവാകുന്ന നിന്റെ നരകവിധി ഓർത്തപ്പോഴ് അവൻ ആ സ്വർഗം വേണ്ട എന്ന് വെച്ച് താണ ഭൂമിയിലേക്ക് ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് നിനക്ക് പകരക്കാരനായിട്ട് കഷ്ടമേറ്റ ഈ സ്നേഹത്തെ നീ തള്ളിക്കളയല്ലേ. എന്നാൽ പിതാവായ ദൈവമോ, നീ നരകത്തിലേക്ക് പോകുന്നു, നിന്റെ പാപത്താൽ നീ നരകത്തിലേക്ക് പോകുന്നു എന്നുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ആ പിതാവായ ദൈവം നിനക്ക് വേണ്ടി യാഗം കഴിച്ചെങ്കിൽ സ്വന്തം പുത്രനേക്കാൾ ഉപരി അവൻ നിന്നെ സ്നേഹിക്കുന്നു. അതേ, സ്വന്തം പുത്രനേക്കാൾ ഉപരി പിതാവായ ദൈവം നിന്നെ സ്നേഹിക്കുന്നു. പുത്രനോ സ്വർഗത്തെക്കാൾ ഉപരി നിന്നെ സ്നേഹിക്കുന്നു. ഇത്രമാത്രം അവൻ നമ്മളെ സ്നേഹിച്ചിട്ടും ആ സ്നേഹത്തെ അംഗീകരിക്കാൻ നിനക്ക് മനസ്സില്ലാതെ ഇന്നും പാപ വഴികൾ കൂടെ നടന്നുപോയി മരിച്ചു കഴിഞ്ഞാൽ ദൈവം എങ്ങനെ ക്ഷമിക്കും? പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഉന്നത പാപങ്ങളെ താഴ്ത്തുവേൻ, നിങ്ങളെ വിട്ടുകളയുവിന്. നിങ്ങളുടെ പാരമ്പര്യങ്ങളെയും പൗരോഹിത്യങ്ങളെയും തള്ളിക്കളഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ഈ യേശു ക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ദൈവവുമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള ദൈവപ്രമാണത്തിലേക്ക് വരികയും സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അവന്റെ വിശുദ്ധിയിൽ അവന്റെ വരവിന് വേണ്ടി ഭയത്തോട് കാത്തിരുന്നുകൊണ്ട് ആ നിത്യസ്വർഗത്തിലേക്ക് സൗജന്യമായിട്ട് പ്രവേശിച്ചുകൊള്ളുമെന്നും ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം നിർത്തുന്നു.